മാതൃഭൂമി പത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വനിതാ കമ്മീഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള വിവിധ പഠനങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ പുറത്ത് വിടുകയാണ്. ഇന്നലെ ജയിലുകളിൽ നിന്ന് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെയും അവരനുഭവിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളുടെയും ഒക്കെ ഭാഗമായി നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാണ് വാർത്ത വന്നിട്ടുള്ളത്. ഇന്ന് മെഗാ സീരിയലുകൾ നിരോധിക്കണം എന്ന് വനിതാ കമ്മീഷൻ്റെ പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ആണ് വന്നിട്ടുള്ളത്. ഇത് 2017-18 കാലയളവിൽ വനിതാ കമ്മീഷൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. ഞാൻ കമ്മീഷൻ്റെ അധ്യക്ഷയായി ചാർജ് എടുത്തിട്ടുള്ളത് 2021 അപ്പോൾ 17-18 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷൻ എല്ലാ വർഷവും 3 മേജർ പഠനങ്ങളും വിഷയങ്ങളും 2 മൈനർ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 28 വർഷക്കാലമായി വനിതാ കമ്മീഷൻ നടത്തിയിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന റിപ്പോർട്ടുകൾ ഞങ്ങൾ സർക്കാരിന് ആ പഠന റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സർക്കാരിന് സമർപ്പിക്കാനുള്ള ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ല. എന്തായാലും സീരിയലുകളെ സംബന്ധിച്ച് സീരിയലുകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവർ വനിതാ കമ്മീഷന് കഴിഞ്ഞ വർഷം 2021 വർഷം ഞാൻ അധ്യക്ഷയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം ഈ സീരിയലുകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പരാതികൾ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുണ്ട്. അത് സീരിയൽ നടിമാരുണ്ട്, ക്യാമറ വുമൺമാരുണ്ട്, അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരുൾപ്പെടെ ധാരാളം സ്ത്രീകൾ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കമ്മീഷന് മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പരാതി മറ്റ് ചില ആർട്ടിസ്റ്റുകളുടെ ഉൾപ്പെടെ പരാതി കമ്മീഷൻ്റെ മുമ്പാകെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ അവർ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു പബ്ലിക് ഹിയറിംഗ് സീരിയൽ രംഗത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പബ്ലിക് ഹിയറിംഗ് വനിതാ കമ്മീഷൻ നടത്തിയിരുന്നു. ആ പബ്ലിക് ഹിയറിംഗ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടത്തിയത്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, കൃത്യമായ സേവന വേതന വ്യവസ്ഥകളില്ലാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ തൊഴിൽ മേഖലയിൽ എങ്ങനെയാണ് അവരുടെ സുരക്ഷിതത്വവും അവരുടെ ആത്മാഭിമാനവും ഒക്കെ പരിരക്ഷിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ ഒരു പഠനമല്ല ഒരു പബ്ലിക് ഹിയറിംഗ് അവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 100-100-ലധികം ആർട്ടിസ്റ്റുകൾ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ പ്രമുഖ സീരിയൽ നടന്മാരുൾപ്പെടെ ഫെഫ്കയുടെയും ഒക്കെ പ്രതിനിധികൾ ഉൾപ്പെടെ സംഘടനകളുടെ അവരുടെ ആത്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ഒരു പബ്ലിക് ഹിയറിംഗിൽ ഞങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. കേരള വനിതാ കമ്മീഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താനുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കാനാണ്. മാധ്യമരംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഞങ്ങൾ പഠനവിധേയമാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് വെച്ച് മാധ്യമ മേഖലയിൽ അത് ദൃശ്യ ശ്രാവ്യ പത്രമാധ്യമങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പബ്ലിക് ഹിയറിംഗ് കോട്ടയത്ത് വെച്ച് ഞങ്ങൾ നടത്തിയിരുന്നു. ആ ശുപാർശയും സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മാധ്യമരംഗത്ത് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈപ്പുസ്തകം ഞങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മാധ്യമരംഗത്ത് ധാരാളം പെൺകുട്ടികൾ, നല്ല ചുറുചുറുക്കുള്ള ധാരാളം പെൺകുട്ടികൾ പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സുരക്ഷിതത്വം, അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ, അവരേതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ വനിതാ കമ്മീഷൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാധ്യമ രംഗത്ത് ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വേണം എന്നുള്ള ഒരു കൊച്ചു കൈപ്പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അപ്പോൾ മാതൃഭൂമി വർഷങ്ങൾക്ക് മുമ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള
പഠനങ്ങളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ ഭാഗമായി ഇത് ചർച്ചാ വിഷയമാകേണ്ടുന്ന കാര്യമാണ്. സീരിയലുകളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ എത്രത്തോളം ഉതകുന്നുണ്ട് ഇന്ന് പുറത്തിറങ്ങി കൊണ്ടിരിക്കുന്ന സീരിയലുകളെന്ന് ചർച്ചാ വിഷയമാക്കേണ്ടുന്നതാണ്. വില്ലത്തികളെയും അതുപോലെ തന്നെ വില്ലന്മാരെയും കുട്ടികളിലടക്കം തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ ഇടവരുത്തുന്ന കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരം സീരിയലുകളിലൂടെ വെളിപ്പെട്ടു വരുന്നത്. 17-18 കാലഘട്ടത്തിൽ കമ്മീഷൻ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും അത് നല്ല ഓഡിറ്റിങ്ങിന് അവരുടെ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, ഇപ്പോൾ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാൻ ഉതകുന്ന വിധത്തിൽ സീരിയലുകൾ പുറത്തുവിടണം എന്നുള്ള ആഗ്രഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. 17-18 കാലഘട്ടത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കമ്മീഷൻ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ട് എന്താണ് എന്ന് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം വീണ്ടും പ്രതികരിക്കാം എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ അന്ന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻ എന്താണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 17-18 കാലഘട്ടത്തിൽ കമ്മീഷൻ നടത്തിയിട്ടുള്ള പഠനമാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാതൃഭൂമിയിൽ വരുന്നത്. സീരിയലുകൾ നിരോധിക്കാൻ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഒരു പരിശോധന ഇതിനെ സംബന്ധിച്ച് വേണം. സെൻസറിങ് തീർച്ചയായിട്ടും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ എത്രത്തോളം ഈ സീരിയലുകളായാലും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തന്നെ വലിയ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥ എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണ് എന്നുള്ള പരിശോധന ആവശ്യമാണ് എന്നാണ് കാര്യത്തിൽ പറയുന്നത്. വാർത്തകൾ എന്താണ് എന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് അന്ന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. കമ്മീഷൻ ഓഡിറ്റിംഗ് നടത്താനുള്ള അധികാരമൊന്നുമില്ല. കമ്മീഷന് ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് ശുപാർശകൾ സമർപ്പിക്കാനേ അവകാശമുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഈ വർഷം നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട്. തീരദേശ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാൻ അവിടെ നേരിട്ട് ചെന്നുകൊണ്ട് ആ മേഖലയിലുള്ള സ്ത്രീകളെ നേരിട്ട് കണ്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ പബ്ലിക് ഹിയറിംഗ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കരാർ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ടീച്ചർമാർ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ടീച്ചർമാർ യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാണ്ടാണ് അൺഎയ്ഡഡ് വലിയ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ്. അങ്ങനെ ചൂഷണത്തിന് വിധേയമാവുന്ന തൊഴിൽ മേഖലകളിലെല്ലാം വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ. കഴിഞ്ഞ വർഷം ഞങ്ങൾ 11 വ്യത്യസ്ത മേഖലകളിലാണ് ഈ തരത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഹരിത കർമ്മസേനയിലെ സ്ത്രീകളുടെ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാലിന്യ വിമുക്തമാക്കാൻ നിയുക്തമാക്കിയിട്ടുള്ള സഹോദരിമാരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കാൻ നിയുക്തമാക്കിയിട്ടുള്ള ട്രാഫിക് വാർഡന്മാരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ അവരെ പ്രത്യേകം വിളിച്ചു ചേർത്തുകൊണ്ട് കേവലം പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കുക മാത്രമല്ല, എന്താണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെന്ന് നേരിട്ടറിയാൻ വേണ്ടി വിവിധ സ്ത്രീ വിഭാഗങ്ങളുടെ ഇടയിലേക്ക്, വിവിധ തൊഴിൽ മേഖലകളിലേക്ക് കമ്മീഷൻ ചെന്നെത്തുകയാണ്. അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ സർക്കാരിന് കാലാകാലങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്.